അവ്വലു വൽ ആഖിർ വൽ വൽ ബാത്തിൻ. അവ്വലും ആഖിറും അള്ളാഹുവാണ്. ആദ്യങ്ങളിൽ ആദ്യമുള്ളതും അവസാനങ്ങളിൽ അവസാനമുള്ളതും അള്ളാഹു തആല മാത്രമാണ്. ബാക്കി മനുഷ്യൻ ഒന്നുകിൽ മുമ്പിലാണ് അല്ലെങ്കിൽ ബാക്കിലാണ്, അങ്ങനെ ആവുള്ളൂ. ഒന്നുകിൽ പ്രത്യക്ഷനാണ് അല്ലെങ്കിൽ പരോക്ഷനാണ്. മനുഷ്യന്മാർക്ക് അങ്ങനെ പറ്റൂ. അള്ളാഹു ലാഹിറും ബാത്തിനുമാണ്, അവ്വലും ആഖിറുമാണ്. വിപരീതമെന്ന് അൽ-ഖാഫിദ് റാഫിഅ്, വിപരീതമെന്ന് തോന്നുന്ന സിഫാത്തുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതകരമായത് മേളിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. സുബ്ഹാന ഇന്നനി അനല്ലാഹ്. ആരാധനക്കർഹതയുള്ളത് ഞാൻ മാത്രം. ആരാധിക്കപ്പെടുന്നത് ലോകത്ത് പലതുണ്ട്, അത് അർഹതയില്ലാത്തവരുണ്ട്. അതിൽ അർഹതയില്ലാത്തവരേ ഉള്ളൂ, അള്ളാഹു അല്ലാത്ത മുഴുവൻ. അർഹതയോടുകൂടെ ആരാധിക്കപ്പെടുന്നത് ഇല്ല അന, അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആർക്കും ആരാധിക്കപ്പെടാൻ അർഹതയില്ല. അർഹതയില്ലാത്തത് ഓരോരുത്തരും വാങ്ങിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? ഇല്ല ഫഅ്ബുദ്നി. അതുകൊണ്ട് മൂസ നബിയെ, നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൃഷ്ടികൾ ലോകത്ത് നിന്ന് അപ്രത്യക്ഷനായി കിടക്കുന്ന, എന്നാൽ സൃഷ്ടികളിലൂടെ പ്രത്യക്ഷനായി കിടക്കുന്ന എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. കണ്ണുകൊണ്ട് എന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് ചോദിച്ചു റബ്ബിനോട്, എനിക്ക് കാണിച്ചു തരണമെന്ന്. അതാണ് നമ്മൾ ആ ചരിത്രം പറഞ്ഞത്. റബ്ബി അരിനി അൻദുർ ഇലൈക് ഫഅ്ബുദ്നി, എന്നെ ആരാധിക്കണമേ മൂസ നബിയെ. അതിനാണ് നമ്മൾ വന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഫഅ്ബുദ്നി, അള്ളാഹുവിന് ആരാധന ചെയ്യാനാണ്. അള്ളാഹുവിനെ ആരാധിക്കുക. ആരാധന എന്ന വാക്ക് വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വാക്കാണ് മലയാളത്തിൽ. നമ്മൾ ആരാധകനാണ്, പിന്നെ ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരാധകനെന്നൊക്കെ പറയും. അങ്ങനെ പറയരുത്. അതിനൊരു അർത്ഥമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഓക്കെ. ആരാധകനാണെന്ന് പറയരുത്. ആരാധകൻ എങ്ങനെയാ? ആരാധന അള്ളാഹുവിന് മാത്രമാണ്. ഇബാദത്ത് റബ്ബിന് മാത്രമേ അവകാശപ്പെടുന്നുള്ളൂ. ബാക്കിയൊക്കെ തക്രീമുകളും ഇഹ്തിറാമുകളും ബഹുമാനങ്ങളും മഹബ്ബത്തുമൊക്കെയാണ്. ഫഅ്ബുദ്നി, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇബാദത്ത് റബ്ബിന് മാത്രമാണ്, വേറെ ഒരു മഖ്ലൂക്കിനും ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി മൂസ നബിയെ നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ റുക്ഊഇലേക്ക് പോകുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഖശഅലക സംഈ വബസരി വമുഖി വഅളുമി വമസ്തഖല്ലത് ബിഹി ഖദമി. അല്ലാഹുവേ, ഖശഅലക സംഈ വബസരി. റുക്ഊ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു ഇൻകിസാർ എന്ന് പറഞ്ഞാൽ താഴ്മയുടെ, മനുഷ്യൻ ഒന്നുമല്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു നൃത്തമാണ് റുക്കൂഇൻ്റെ നൃത്തം. റുക്കൂ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ, ഞാനൊരു പടച്ചവരെ, ഞാനൊരു പച്ച പാവാണ് കേട്ടോ റബ്ബേ എന്ന ഒരു തോന്നലിലാണ് റുക്കു. ചിലർ റുക്കു ചെയ്യുന്നവരുടെ എക്സസൈസും ചെയ്യണ പോലെ, ലിഫ്റ്റ് ചെയ്യാൻ പോണ പോലെ ഇങ്ങനെയൊക്കെ നിൽക്കും. ചിലപ്പോൾ അടുത്തയാൾക്കൊക്കെ കുത്തിക്കളയും, ഇവിടെ മുട്ടുകാർ. അങ്ങനെ ചെയ്യരുത്. റുക്കു എന്ന് പറയുന്നത് വിനയത്തിൻ്റെ ഒരു ഭാഷയാണത്. സുജൂദ് അതിലും വലിയ വിനയമാണ്. അവിടെ നമ്മളെ കൽബിൽ വരണം. നമ്മൾ ചെയ്യുന്നത് ആ ഒരു നൃത്തത്തിൽ മനസ്സിലാവണം. ഇൻകിസാർ, ഞാൻ പാവമാണ് പടച്ചോനെ, ഞാൻ ലൈഫാണ് റബ്ബേ. ഇത് പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന നിസ്കാരത്തിൻ്റെ ഭാഗമാണ് റുക്കൂഉം സുജൂദും. റുക്കൂക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോകണമെന്നാണ്. നമ്മൾ അങ്ങനെ റുക്കൂ ചെയ്യാറുണ്ടാ സോനെ? അങ്ങനെ നമ്മളതിൻ്റെ കറക്റ്റ് പൊസിഷനൊക്കെ കറക്റ്റായിരിക്കും. നമ്മുടെ കാലിൻ്റെ ചിരട്ട നമ്മുടെ ഈ കയ്യിൻ്റെ ഉള്ളിൽ വരണം എന്നാണ്. കാലിൻ്റെ ചിരട്ടല്ലേ? ചില റുക്കൂ ചെയ്യുമ്പോഴും റുക്കൂ ശരിയാവുന്ന റുക്കൂ കസ്സഫ്ഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം, ഈ എൽ ഷേപ്പിൽ വരണം, 90 ഡിഗ്രിയിൽ വരണം. 90 നമുക്ക് സാധ്യമല്ല, നമ്മുടെ ഹ്യൂമൻ ബോഡി അല്ലേ. എന്നാലും ഇങ്ങനെ നിൽക്കരുത്. ചിലർ അതൊരു ഇൻകിസാറാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിനയാന്വിതമായി നിൽക്കുന്നൊരു സമയമാണ്. സഫഹത്ത് പോലെ എന്നല്ല, എന്ത് ചെയ്യരുത്, മുഴുവൻ കുനിയാതിരിക്കരുത്. ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കാലിൻ്റെ തൊടയിലൊക്കെ കൈവച്ച് നിൽക്കുന്ന പോലൊരു നൃത്തം, ഒരു ചെറിയൊരു ബെൻഡ്, അങ്ങനെയല്ല, ശരിക്കും ബെൻഡ് ചെയ്യണം. നമ്മുടെ ഈ കൈയിൻ്റെ ഉള്ളകം കാൽമുട്ടിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ചെയ്യാൻ പറ്റും. എന്നിട്ട് പുറം എന്ത് ചെയ്യണം? നിവർന്ന് നിൽക്കണം. എല്ലാവരും എണീറ്റ് ചെയ്ത് നോക്കി.
സ്ഥലം ഉണ്ടെങ്കിൽ കസേരൻ്റെ അടിയിലൊക്കെ. അല്ലാഹു അക്ബർ. പുറം നീരണം, സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കണം, തലപൊക്കിയിട്ട് സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കണം. മാഷാ അല്ലാഹ്, മതി. ഓക്കെ, മാഷാ, ശരിയല്ലേ? എന്ത് ഇത് ബാക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കരുത്, ഇങ്ങനെ മുഴുവൻ പൊങ്ങാൻ. ആൾക്കാർക്ക് അറിയില്ല സുജൂദ് റുക്കൂഴൊന്നും. റുക്കൂ അറിയാത്തവരുണ്ടെങ്കിൽ വെറുതെ ചെറിയൊരു കുനിയൽ, അങ്ങനെയല്ല. ശരിക്കും ഒരു യജമാനൻ്റെ മുമ്പിൽ ഒരു അടിയാൻ ചെയ്യുന്ന ഒരു കുനിഞ്ഞു നിർത്തണ്ടല്ലോ, ആ നിർത്താണ് ഈ റുക്കൂഴ്. അവിടെ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പുണ്യ നബി തങ്ങൾ പറയും, ഖശഅ ലക സമഈ വബസരീ വമുഖീ വഅദുമീ വമസ്തഖല്ലത് ബിഹി ഖദമീ. അല്ലാഹുവേ, ഖശഅ ലക സമഈ, എൻ്റെ ചെവി റബ്ബേ ഭവ്യതയോടുകൂടെ നിനക്ക് വഴിപ്പെട്ടിരിക്കുകയാണ്, പേടിയോടുകൂടെ എൻ്റെ ചെവി. വബസ്വരി, എൻ്റെ കണ്ണും നിനക്ക് വേണ്ടി പേടിച്ചിരിക്കുന്നു റബ്ബേ. ഖശഅ ലക, നിനക്ക് വേണ്ടി ഖുശൂഇലാണ് റബ്ബേ. സമഈ വബസ്വരി, കണ്ടില്ലേ? കേൾവിയാണ് ആദ്യം പറയാം, പിന്നെയാണ് കാഴ്ചയെ പറ്റി പറയാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അത്, അതിൻ്റെ രഹസ്യം എന്താണെന്ന്. സമഈ വബസ്വരി, എൻ്റെ കേൾവിയും എൻ്റെ കാതും റബ്ബേ നിനക്ക് വേണ്ടി പേടിയിലാണ് റബ്ബേ. വമുഖീ വഅദുമീ, എൻ്റെ തലച്ചോറും എൻ്റെ എല്ലുകളും അല്ലാഹുവേ നിന്നെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒടിഞ്ഞിരിക്കുന്നത്, മടങ്ങി നിൽക്കുന്നത് പേടിച്ചുകൊണ്ടാണ്. നമ്മൾ പേടിക്കുമ്പോൾ എങ്ങനെയായി പോകൂലേ അല്ലേ? ഏതെങ്കിലും ഒരു സിംഹം ഏതെങ്കിലും ഒന്ന് ആക്രമിക്കാൻ വരികയാണെങ്കിൽ സങ്കല്പിച്ചു പറഞ്ഞു ഉറക്കത്തെ കാണും. ചിലപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ നിൽക്കൂലേ, ഒടിഞ്ഞ് കൈയും കാലും മടക്കി വെക്കും. ചില സിംഹത്തെ കണ്ട എന്താ ഒന്നും ചെയ്യേണ്ട, ബാക്കി മുപ്പര് ചെയ്തോളൂ എന്നാ പറയാം. നമ്മൾ എന്നാലും ഒന്ന് ഒടുങ്ങി നിന്ന് കൊടുക്കും. എന്തിനു ഇങ്ങനെ നിൽക്കുന്നത്? മനുഷ്യൻ അങ്ങനെ, ഞാൻ പേടിച്ചിട്ടുണ്ടെന്ന് അതിനർത്ഥം. അങ്ങനെ ഒരു പേടിയിലാണ് മനുഷ്യൻ റുക്കൂഅ് ചെയ്യുന്നതെന്നാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. ഓരോ പൊസിഷൻ, നിസ്കാരം ഒരു വലിയ കറാമത്താണ്, ഒരു വലിയ മുഅ്ജിസത്താണ്. പുണ്യ നബി തങ്ങൾ തന്ന വലിയൊരു അത്ഭുതമാണ്. അങ്ങനെയാണ്. എന്ത് മനോഹരം! നൃത്തത്തിൽ മുഴുവൻ ഖുർആൻ ആകാശത്ത് നിന്ന് വന്നതാ. അതുകൊണ്ട് മനുഷ്യൻ്റെ ഹെഡ് മേലോട്ടുള്ള സമയം മുഴുവൻ ഖുർആൻ ഓതുക. ഫാത്തിഹയും സൂറത്തും ഉണ്ടാവുള്ളൂ. വജ്ജഹത്തു അതിൻ്റെ ഇഫ്തിതാഹിയായ ദുആയാണ്. ബാക്കി പിന്നെ ഖുർആൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണത്. സുബ്ഹാനല്ലാഹ്. ബാക്കിയൊക്കെ ദിക്റുകളാണ്. ഓരോ പൊസിഷനിലെയും ദിക്റുകൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ്. ഇരിക്കുന്നത്, മടങ്ങിയിരിക്കുന്നത്, കാല് വെക്കുന്നത് എല്ലാം മനോഹരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ഇങ്ങനെ ആക്കലുണ്ടല്ലേ അറിയാതെ. ശരിക്കും അങ്ങനെ ആ ഒരു സംഭവം ഇല്ല. ശരിക്കും നമ്മൾ അത്തഹിയാത്ത് ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ നിങ്ങൾക്കല്ലേ, ഇങ്ങനെ പോകണ്ട. എന്ത് ചെയ്താൽ മതി? നേരെ ഷോൾഡർ തിരിയരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുഖമാണ് തിരിയുക. എന്നിട്ട് നേരെ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഇടത്തെ കവിള് അവിടുത്തെ ഒരു കാണും. ആദ്യത്തെ സലാമി വലത്തെ കവിള് ബാക്കിലൊരു കാണാൻ പറ്റണം. ബാക്കിൽ ആളുണ്ടെങ്കിൽ, ആളെ നിർത്തൽ നിർബന്ധമൊന്നുമില്ല, കവിൾ അങ്ങനെ കാണണം. ഷോൾഡർ എങ്ങനെ ആവരുത്? ഇങ്ങനെ പോവരുത്, ഇങ്ങനെയല്ല സലാം. ഷോൾഡർ അനങ്ങരുത്. ഷോൾഡർ അനങ്ങാതെ സലാം നോക്കി വലത്തോട്ടും എടുത്തോട്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പിന്നെ നേരെ വെക്കുക. പിന്നെ ഇടത്തോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഷോൾഡർ ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ടോ? നമ്മൾ ശീലിച്ചിട്ട് എങ്ങനെ ആയിപ്പോവും. ഷോൾഡർ മൂവ് ആവരുത്. അതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കഅബയിലേക്ക് നമ്മൾ മുഴുവൻ ശരീരവും കഅബയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക. കാലെന്ത് ചെയ്യണം? നേരെ കിബിലയിലേക്ക് വരണം. ചില ആളുകൾ അറിയാതെ കാല് ചില അങ്ങനെ ആയിപ്പോയതുണ്ട്, ഇങ്ങനെ ആയിപ്പോവും. കാലിൻ്റെ വിരലുകൾ കിബിലയിലേക്ക് വരണം. അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ എന്നാൽ കയ്യും കാലൊക്കെ നേരെയാവും. അതായത് നമ്മൾ നിസ്കരിക്കുമ്പോൾ കാലിങ്ങനെയാണ്. സൗണ്ട് വരും. ഇല്ലല്ലോ, എനിക്ക് മനസ്സിലായല്ലോ. കാല് നേരെ, വിരലുകൾ കിബിലയിലേക്ക് വരണം. എങ്ങനെ ആവരുത്? ഇങ്ങനെ നിൽക്കരുത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രണ്ട് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ആയി പോകും. ഇങ്ങനെയല്ല നിൽക്കേണ്ടത്. നേരെ കാല് നേരെ വരണം, വിരലുകൾ കിബിലയിലേക്ക് വരണം.
അതിലൊക്കെ ഒരുപാട് അസ്റാറുകളുണ്ട്. നമ്മുടെ കാല് സുജൂദിൽ വെക്കുന്ന സമയത്ത് വിരലുകൾ മടക്കിയിട്ട് ആ വിരലുകളടക്കം സുജൂദിൽ ഖിബ്ലയിലേക്കാണ്. ഇങ്ങനെ വെച്ചിട്ട് സുജൂദ് ചെയ്യരുത്. ഇങ്ങനെയല്ല സുജൂദ്. സുജൂദ് ഇങ്ങനെ മടങ്ങണം.